ഇപ്പോൾ പ്രതിപാദിച്ച ശാന്തി മന്ത്രം അനുസരിച്ച് ഭരണരംഗത്തുണ്ടാകുന്ന അധാർമികത കാണരുത്, കേൾക്കരുത്, അതിനെ പ്രതികരിക്കരുത് എന്ന് വരികയില്ല. ഇല്ല. അതുകൊണ്ടാണ് വ്യക്തമായി പറഞ്ഞത്, ഭദ്രം പശ്യേമ അക്ഷഭിർയജത്രാഹ, സൽക്കർമ്മം ചെയ്യുന്നവരായ ഞങ്ങള് നല്ലത് കാണുമാറാകട്ടെ. സ്വയം സൽക്കർമ്മം ചെയ്യണം, ധർമ്മബോധമുള്ളവരെ തെരഞ്ഞെടുത്ത് അയക്കണം. ഇലക്ഷൻ സമയത്ത് അവരും ഇവരും മോഹന വാഗ്ദാനങ്ങളുമായി മനോഹര പദാവലികളുമായി വന്ന് വീട്ടിൽ വന്ന് ബന്ധപ്പെടുമ്പോൾ വീണു പോകരുത്. അവരുടെ ചെയ്തികൾ എന്താണെന്ന് വിലയിരുത്തണം. ധർമാനുസാരിയാണോ അല്ലയോ? അങ്ങനെ സൽക്കർമ്മം ഞാൻ ചെയ്താലേ എനിക്ക് നാളെ സദനുഭവം ഉണ്ടാവുള്ളൂ. ആ സൽക്കർമ്മം ചെയ്യേണ്ടത് ഈ ചോദ്യത്തിനനുസരിച്ച് പറഞ്ഞാൽ വോട്ടിങ്ങിലൂടെയാണ്. അതാണ് സൽക്കർമ്മമാണ് ചെയ്യുന്നത്. വ്യക്തമായ കാഴ്ചപ്പാട് വേണം. ഞാൻ ഇന്നലെകളിൽ വോട്ട് ചെയ്തവർ എനിക്ക് എന്ത് അനർത്ഥം ഉണ്ടാക്കി തീർത്തു. ക്ഷേത്ര സങ്കേതങ്ങൾ പോലും കൊള്ളയുടെ കേന്ദ്രങ്ങളായി മാറി. നമ്മൾ ഇരിക്കുന്നത് ഒരു മഹാക്ഷേത്ര സന്നിധിയിലാണ്. ഇവിടെ വരുമ്പോൾ എന്തൊരു സുഖമുണ്ട്. ഇവിടെ കൃത്യമായി ചടങ്ങുകൾ നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത് മറ്റു സ്ഥലങ്ങളിലും ഉണ്ടായേക്കാം. പക്ഷേ ഇവിടെ കേന്ദ്രീകരിച്ച് നമ്മുടെ ധർമ്മോദ്ധാരണത്തിന് വേണ്ട വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇത് നമ്മുടെ പ്രവർത്തനമാണ്, ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം. ഇതേ സമയത്ത് ദേവസ്വം ബോർഡിലാണെങ്കിലോ ധർമ്മവിരുദ്ധങ്ങളായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. മോഷണത്തിൻ്റെയും കൊള്ളയുടെയും കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു. പിന്നെ അവിടെ പോയി പണം കൊണ്ടിടും. അപ്പോൾ സൽക്കർമാണോ ദുഷ്കർമാണോ? മോഷ്ടിക്കുന്ന ഭരണവ്യവസ്ഥയ്ക്ക് വീണ്ടും പണം കൊടുത്താൽ ദുഷ്കർമാണോ സത്കർമാണോ? ചോദ്യം ദുഷ്കർമാണ്. അതുകൊണ്ട് ഇപ്പൊ ശബരിമലയിൽ പോയിട്ട് ഭണ്ണാരത്ത് പൈസ കിട്ടാൽ ദുഷ്കർമാണെന്ന് ഞാൻ പറയും. അവിടെ ഒരു കടലാസിൽ സ്വാമിയെ ശരണയ്യപ്പാന്ന് എഴുതിയിട്ട് ഭണ്ണാരത്തിലിട്ട, അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ് ഓഡിറ്റ് ചെയ്ത് സത്യസന്ധമായി ഓഡിറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യട്ടെ ന്യൂസ് പേപ്പറിൽ. ഫുൾ ഓഡിറ്റിംഗ് നടന്നിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞു? ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് വർഷങ്ങൾ എത്രയായി? സാമാന്യ ബുദ്ധി നമുക്ക് വേണം. ഒരു പബ്ലിക് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ ഇത് പബ്ലിക് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യാൻ ബാധ്യതയില്ല. കാരണം ഇത് പ്രാദേശികമായി സജ്ജനങ്ങൾ ചേരുന്നതാണ്. പക്ഷേ ഇവിടുത്തെ സജ്ജനങ്ങളുടെ മുമ്പാകെ ഇവിടുത്തെ കണക്ക് ബോധിപ്പിക്കാൻ ഇതിന്റെ ഭരണവ്യവസ്ഥയ്ക്ക് ബാധ്യതയുണ്ട്. ചിന്തിക്കുക. അതുകൊണ്ട് കൊള്ളയുടെ കേന്ദ്രങ്ങളായി വധപതിക്കുമ്പോൾ അതിന് അനുകൂലം നിൽക്കേണ്ട കാര്യമില്ല. നല്ലപോലെ ആലോചിച്ച് മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അതിന് വിരുദ്ധമല്ല ഈ ശാന്തി മന്ത്രം. അതുകൊണ്ട് ഭദ്രം പശ്യേമ അക്ഷഭിർ യജത്രാഹ എന്നുള്ള മന്ത്രം നല്ലപോലെ അനുസന്ധാനം ചെയ്യുക എന്ന് മാത്രം പറയുന്നു. അതുകൊണ്ട് പ്രതികരണശേഷി ഇല്ലാതെ ഒന്നിനും കൊള്ളാത്ത ജഡങ്ങളായിരിക്കാൻ വേദം പറയുന്നില്ല. അത് നമ്മൾ വേദത്തെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ്. വേണ്ടതുപോലെ മനസ്സിലാക്കി പ്രതികരിക്കാനാണ് വേദം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. അതിന് സമ്യക്കായി വേദപഠനം നടത്തുക എന്ന മാത്രം.